സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐസുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടെൻഷനോട് കൂടി കാത്തിരിക്കുവാണ് രാധികയും സൂര്യയും പത്മിനിയൊക്കെ. ഈ സമയത്തായിരിക്കും എൻ്റെ പ്രിയമോളെ നീ ഇതെവിടെയാ എന്നും പറഞ്ഞ് അലറി വിളിച്ച് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് സുകുമാരി അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയം അവരെല്ലാവരും സുകുമാരിയെ കണ്ട് ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് കേട്ടോ. അന്നേരം അങ്ങോട്ടേക്ക് വരുന്ന സുകുമാരിയും അവരെ കാണുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തിൽ അവരുടെ അരികിലേക്ക് ചെല്ലുവാണ് സുകുമാരി അമ്മ. എന്നിട്ട് ചോദിക്കണേ, നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിന് എന്താ ചെയ്തത്? അവളെ കൊന്നോ എല്ലാവരും കൂടി ചേർന്ന്? അല്ലെങ്കിൽ തന്നെ അവളങ്ങോട്ട് വന്ന് നിന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്താ ചെയ്തു കൂട്ടിയത്? അന്നേരം പത്മിനി പറയണേ, അതിന് പ്രിയക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഓ ഇല്ലേ, ഒന്നും സംഭവിച്ചില്ലേ? പിന്നെ എന്തിനാ അവൾ ഈ ആശുപത്രി കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? അന്നേരം രാധിക പറയണേ, മുത്തശ്ശി ഞാനൊന്ന് പറയുന്നത് കേൾക്ക്. നീ ഒന്നും പറയണ്ടടി. നീ കാരണോ, നീ ഒറ്റൊരുത്തി കാരണോ എൻ്റെ മോളിപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. നീയാ എൻ്റെ മോളുടെ ജീവിതം തകർത്തത്. ഒന്നുമില്ലെങ്കിലും തെരുവിൽ കിടന്ന് നിന്നെ എടുത്തു വളർത്തിയതല്ലേ അകത്ത് കിടക്കുന്നവളുടെ അച്ഛനും അമ്മയും ചേർന്ന്. അതിൻ്റെ നന്ദിയെങ്കിലും നിനക്ക് കാണിച്ചൂടായിരുന്നോ? അസുഖമുള്ള ഒരു പാവം കുട്ടിയോടല്ലേ നിങ്ങളെല്ലാവരും കൂടി ഈ ക്രൂരത കാണിച്ചത്? ഈ സമയം അവരുടെ ബഹളമൊക്കെ കേട്ടിട്ട് അവിടെ അടുത്തുള്ള 2-3 പേരൊക്കെ വന്ന് കൂടി നിൽക്കുവാണ്. അന്നേരം സുകുമാരി പറയണേ, നിങ്ങളിത് കേൾക്കണം. ഇവരുടെ പുറത്ത് നിൽക്കുന്നത് അകത്ത് കിടക്കുന്ന ആളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇവർ തന്നെയാണ് എൻ്റെ പ്രിയങ്ക മോളെ ഈ അവസ്ഥയിലാക്കിയത്. കൊല്ലാക്കൊല ചെയ്ത് എൻ്റെ മോളുടെ ജീവൻ എടുക്കാൻ നോക്കിയ ദുഷ്ടന്മാരെ ഇവരെല്ലാവരും. എൻ്റെ പ്രിയങ്ക മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റൊന്നിനെ ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും ഞാൻ അഴിയണിക്കും. ഈ സമയം സുകുമാരിയുടെ ബഹളമൊക്കെ കേട്ടിട്ട് ഡോക്ടറും നേഴ്സും അങ്ങോട്ടേക്ക് വരിക. എന്താ ഇവിടെ? എന്തിനാണ് നിങ്ങളിങ്ങനെ ബഹളം വയ്ക്കുന്നത്? ആരാ ഇത്? അന്നേരം സൂര്യ പറയണേ, അത് പിന്നെ അകത്ത് കിടക്കുന്ന പ്രിയങ്കയുടെ മുത്തശ്ശിയായത്. ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഈ സമയം സുകുമാരി ഡോക്ടറിനോട് പറയണേ, ഡോക്ടറെ എൻ്റെ പ്രിയങ്ക മോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് അവളെ ഒന്ന് കാണണം. അന്നേരം ഡോക്ടർ പറയണേ, അതെ തൽക്കാലം ഇപ്പോൾ ആർക്കും അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. ആ കുട്ടിയുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. ഞങ്ങൾ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. അയ്യോ എൻ്റെ പ്രിയങ്ക മോള്. എൻ്റെ മോൾക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ മുത്തശ്ശിയോടാ. ഞാൻ വിളിച്ചാൽ അവൾ കണ്ണു തുറക്കും ഡോക്ടർ. ഞാനൊന്ന് അകത്ത് കയറി കണ്ടോട്ടെ. നിങ്ങളോടല്ലേ പറഞ്ഞത് പറ്റില്ല എന്ന്? അങ്ങനെ പറയല്ലേ ഡോക്ടർ, പ്ലീസ്. എനിക്കെൻ്റെ പ്രിയങ്ക മോളെ ഒന്ന് അടുത്ത് നിന്ന് കണ്ടാൽ മാത്രം മതി. ഞാൻ വിളിച്ചാൽ അവൾ കണ്ണു തുറക്കും. എനിക്ക് ഉറപ്പാണ് ഡോക്ടർ, പ്ലീസ് ഡോക്ടർ. അങ്ങനെ അവരുടെ ശല്യം സഹിക്കാനാവാതെ ഡോക്ടർ പറയണേ, ശരി അകത്ത് ചെന്ന് നിങ്ങൾ കാണുക. പക്ഷേ അധിക നേരം പേഷ്യൻറ്റിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റില്ല. ഡിസ്റ്റർബും ചെയ്യാൻ പാടില്ല. സിസ്റ്റർ ഇവരൊന്ന് കൂട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവർ ബാക്കിയുള്ളവർക്കും കൂടി സ്വസ്ഥത തരില്ല. അങ്ങനെ സുകുമാരി അമ്മയെ അകത്തേക്ക് പ്രിയങ്കയെ കാണാനായിട്ട് സിസ്റ്റർ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ സിസ്റ്റർ അവരെ പ്രിയങ്കയുടെ അരികിലാക്കിയിട്ട് അപ്പുറത്തുള്ള പേഷ്യൻറ്റിനെ നോക്കാൻ പോയിരിക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക ഇതെല്ലാം കണിമംഗലത്തുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി കളിക്കണ നാടകമാണെന്നാണ് സുകുമാരിയമ്മ വിചാരിച്ചിരിക്കുന്നത്. അന്നേരം സുകുമാരി പറയണേ, ഇടി മോളെ കണ്ണു തുറക്ക്. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ, ആരുമില്ല. എന്താണെങ്കിലും നിൻ്റെ അഭിനയം കൊള്ളാം. കണ്ണു തുറക്ക്. പ്രിയങ്കെ കണ്ണു തുറന്നേ, മുത്തശ്ശിയാണ് വിളിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. നിൻ്റെ അഭിനയമൊക്കെ നിർത്ത്. പ്രിയങ്കെ മോളെ കണ്ണു തുറക്ക്. അന്നേരം ഉണ്ടോ മുത്തശ്ശിക്ക് സീരിയസ്നെസ് മനസ്സിലാവുന്നത്. മോളെ പ്രിയങ്കെ കണ്ണു തുറന്ന് മുത്തശ്ശിയെ നോക്ക് പ്രിയങ്കെ. അയ്യോ എൻ്റെ കുഞ്ഞിനെ എന്താ പറ്റിയത് എന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങുവാണ് കേട്ടോ. ഈ സമയം അവരോട് ബഹളം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് സിസ്റ്റർ അങ്ങോട്ടേക്ക് ഓടി വരിക. എന്താ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങളോട് പറഞ്ഞതല്ലേ ഡോക്ടർ പേഷ്യൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. വന്നേ പുറത്തേക്ക് വാ നിങ്ങൾ എന്ന് പറഞ്ഞ് സുകുമാരിനെ ബലം പ്രയോഗിച്ച് പുറത്താക്കുവാണ് കേട്ടോ. അന്നേരം സുകുമാരിയാണെങ്കിൽ പുറത്തേക്ക് സങ്കടത്തോടെ ഇറങ്ങി വരുവാണ്. എന്നിട്ട് നേരെ ചെല്ലുന്നത് രാധികയുടെ സൂര്യയുടെ കരികിലേക്കാണ് കേട്ടോ. എൻ്റെ പ്രിയങ്ക മോളെ ഞാൻ കണ്ടു. ഞാൻ എത്ര വിളിച്ചിട്ടും അവൾ അനക്കമില്ലാതെ കിടക്കുക. അതാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സമാധാനമില്ലേ? ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. എൻ്റെ മോളെ ഈ അവസ്ഥയിലാക്കി അവനുണ്ടല്ലോ വരുൺ, അവനെ ഞാൻ വെറുതെ വിടില്ല. ഇതിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഒരുത്തൻ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ, അവൻ്റെ തൊട്ടടുത്ത സെല്ലിൽ തന്നെ വരുണിനും അവസാനം കിടക്കേണ്ടി വരും. സുകുമാരിയമ്മേ നിങ്ങൾ കാര്യങ്ങൾ അറിയാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളായിട്ട് പ്രിയങ്ക ഒന്നും ചെയ്തിട്ടില്ല. പ്രിയങ്കയുടെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് വലിയ സങ്കടവും വിഷമവും ഒക്കെയുണ്ട് എന്ന പത്മിനി പറയുവാണ്. ഈ സമയം സൂര്യൻ പറയുന്നുണ്ട്, അതെ മുത്തശ്ശി നിങ്ങളിപ്പോൾ ഈ സമയത്ത് ഞങ്ങളോട് തർക്കിക്കുകയും വഴക്കിടുകയും ചെയ്യാതെ പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആലോചിക്കുക. ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക് തന്നെ അവളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ അവൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്വേഷിക്കാം, ഇവിടുത്തെ ഡോക്ടേഴ്സിനോട് ചോദിക്കാം. നിങ്ങളിവിടെ കിടന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ബാധിക്കാൻ പോകുന്നത് പ്രിയങ്കേനെ തന്നെയായിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് സമാധാനത്തോടെ നിൽക്കാൻ നോക്കും. അന്നേരം മുത്തശ്ശി പറയണേ, തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പ്രിയങ്ക മോളെ ജീവനോട് കൂടി തന്നെ എൻ്റെ മുമ്പിൽ നിർത്തി തന്നിരിക്കണം. ഇല്ലെങ്കിൽ ഈ സുകുമാരി അമ്മയുടെ തനി നിറം നിങ്ങൾ കാണും. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം അവരെല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുവാണ്. അന്നേരം പത്മിനി പറയണേ, അങ്ങനെ സൂര്യ ഇവിടുത്തെ കാര്യങ്ങൾ വരുണിനൊരു കുഴപ്പമില്ലാതെ വേണം ഡീൽ ചെയ്യാനായിട്ട്. വരുണിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. ഈ സമയം രാധിക പറയുന്നുണ്ട്,
സത്യം പറയാലോ, പ്രിയങ്കയുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് തളർന്നു പോകുവാണ്. സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ടെൻഷനാണ് വരുണിൻ്റെ കാര്യം ഓർത്തിട്ട്. ഉള്ളിങ്ങനെ നിന്ന് കത്തുവാണ്. അന്നേരം പത്മിനി രാധികയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുകുമാരി അമ്മ CA അജിത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് കേട്ടോ. അന്നേരം അജിത്ത് ഫോൺ എടുക്കുക. ആ സുകുമാരി അമ്മേ, നിങ്ങളെന്താ ഈ സമയത്ത് വിളിക്കുന്നത്? അത് പിന്നെ സാറേ, ഇവിടെ പ്രിയങ്കമോള് ഹോസ്പിറ്റലിലാണ്. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ടല്ലോ. ഇപ്പം എന്ത് പറ്റി? എൻ്റെ സാറേ, ഇതങ്ങനെയല്ല. അവിടെ കണിമംഗലത്തുള്ള എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ പ്രിയങ്കമോളെ കൊല്ലാൻ നോക്കിയതാ. സത്യമാണോ നിങ്ങളീ പറയുന്നത്? അതെ സാറേ, ആ വരുന്നുണ്ടല്ലോ, കോണിപ്പടിയിൽ നിന്ന് എൻ്റെ മോളെ തള്ളിയിട്ടു. അവൻ എൻ്റെ മോളെ കൊല്ലാൻ തന്നെയാണ് നോക്കിയത്. ഇപ്പോൾ പ്രിയങ്കമോള് സീരിയസ് ആയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുവാണ്. ഞാൻ എത്ര വിളിച്ചിട്ട് അവൾ കണ്ണു തുറക്കുന്നില്ല. അന്നേരം അജിത്ത് പറയണേ, അല്ല സുകുമാരിയമ്മേ, കേട്ടതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കണിമംഗലം കുടുംബത്തെ മുഴുവനായിട്ടും ജയിലിലിടാനുള്ള അവസരമുള്ളൂ നിങ്ങൾക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത്. ഒന്ന് ബുദ്ധിപൂർവ്വം പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ അവസരം മുതലെടുക്കാൻ പറ്റും. എല്ലാത്തിനും അഴിയണ്ണിച്ച് ജയിലിലാക്കാനും പറ്റും. എന്താ സാറേ, എന്താ ഞാൻ ചെയ്യേണ്ടത്? അന്നേരം അജിത്ത് പറയണേ, എൻ്റെ സുകുമാരിയമ്മേ, നിയമപരമായി ഇപ്പോഴും പ്രിയങ്ക വരുണിൻ്റെ ഭാര്യ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ച് ചെന്ന വീട്ടിൽ നടക്കുന്ന ഇത്തരം പീഡനമൊക്കെ നിയമപരമായിട്ട് ശിക്ഷാർഹമാണ്. പ്രിയങ്കയെ കൊല്ലാൻ നോക്കി അവളുടെ ഭർത്താവും കുടുംബവും ചേർന്നെന്ന് പറഞ്ഞ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം തന്നെ വരുണിനെ അറസ്റ്റ് ചെയ്യും. അതിന് കൂട്ടുനിന്ന് അവൻ്റെ കുടുംബത്തിനെ അഴിയണ്ണിക്കും. മാത്രമല്ല, ഇത് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ അതിലൂടെ വരുണിൻ്റെയും രാധികയുടെയും ബന്ധം വരെ ചോദ്യം ചെയ്യപ്പെടും. അവരുടെ ബന്ധം വേറെടുത്താൻ വരെ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. മാത്രമല്ല, പ്രിയങ്കയെ ഉപേക്ഷിച്ച് രാധികയെ കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിച്ച വരുണിൻ്റെ അച്ഛനെ, അമ്മേനെ, മുത്തശ്ശിനെ ഒക്കെ പ്രതികളാക്കി അഴിയണ്ണിക്കാനും പറ്റും. ഇത് നിങ്ങൾക്ക് കിട്ടിയ സുവർണ അവസരമാണ്. ഇത് നിങ്ങൾ വെറുതെ പാഴാക്കി കളയരുത്. അന്നേരം സുകുമാരി പറയണേ, ഇല്ല സാറേ, എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയ ഒരുത്തനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. സാറ് പറഞ്ഞതുപോലെ തന്നെ ഉടനെ ചെയ്യും. ഇതൊക്കെ സത്യമാണോ? പിന്നല്ലാതെ നിയമത്തിൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ല, ഇപ്പോൾ പ്രിയങ്ക അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണോ? ആ അതെ സാറേ, വലിയ ഹോസ്പിറ്റലാണ്, വലിയ സൗകര്യമൊക്കെ ഉണ്ട്. അന്നേരം അജിത്ത് പറയുവാണ്, അതാ അവരുടെ സൗകര്യത്തിന് വേണ്ടി അവർ ചെയ്തിരിക്കുന്നത്. പ്രിയങ്ക ഇപ്പോൾ നമ്മളൊരു സാധാ സർക്കാർ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിലേ അവിടെയുള്ള ഡോക്ടേഴ്സ് ഇതിനോടകം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചാനേ. മാത്രമല്ല, ഈ പ്രശ്നം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും മാധ്യമങ്ങളിലൊക്കെ വാർത്തയാകുകയും ചെയ്താനേ. അതുപോലത്തെ ഒരു വലിയ ഹോസ്പിറ്റലിലായത് കാരണം കണിമംഗലംകാരുടെ നിർദ്ദേശാനുസരണം അവർക്കത് ഒതുക്കാനും പറ്റും. അയ്യോ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ? അതൊക്കെ ഇപ്പോഴല്ലേ സാറേ അറിഞ്ഞത്? ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കില്ലായിരുന്നു. എന്താണെങ്കിലും ഇനി സുകുമാരിയമ്മ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. എല്ലാത്തിനെയും ഞാൻ എൻ്റെ ചൊൽപ്പടിക്ക് കൊണ്ടുവന്നിരിക്കും. സുകുമാരിയമ്മേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. പ്രിയങ്കയ്ക്കിനി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ? അയ്യോ സാറേ, അങ്ങനെയൊന്നും പറയല്ലേ. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അല്ല, ഞാനൊരു സാധ്യത പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ വിഷമിക്കാതിരിക്കുക, ഒന്നും തന്നെ സംഭവിക്കില്ല. പിന്നെ സാറേ, ഗൗതമിൻ്റെ ഫോണിലേക്ക് ഞാൻ പലതവണ വിളിച്ചു നോക്കി, പക്ഷേ ഫോൺ എടുക്കുന്നുണ്ടായില്ല. സാറ് ഗൗതമിനെ കാണുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നിങ്ങളുടെ ആഗ്രഹം പോലെ കണിമംഗലം തകർക്കാനും അതുപോലെ ഗൗതമിൻ്റെ ചന്ദ്രശേഖരൻ്റെ ആഗ്രഹങ്ങളും പോലെ അവിടെയുള്ളവരെ നരകിപ്പിക്കാനും ഇതിലും പറ്റിയൊരവസരം കിട്ടില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. ശരി സാറേ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് മുത്തശ്ശിയുടെ ഐസുവിൻ്റെ അടിയിലേക്ക് ചെല്ലുമായിരിക്കും. ഈ സമയത്തായിരിക്കോട്ടോ പത്മിനി വാഷ്റൂമിൽ പോകാനായിട്ട് അതുവഴി അത് കാണുന്നതും സുകുമാരിയമ്മ അവിടെ തന്നെ മറഞ്ഞു നിന്ന് പത്മിനിയെ കേൾപ്പിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് വക്കീലിനോട് സംസാരിക്കുന്നതായിട്ട് അഭിനയിക്കുക. ഹലോ വക്കീലെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ നേരെ തന്നെ കോടതിയിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നത്. എൻ്റെ പ്രിയങ്കമോളോട് ഇങ്ങനെ ചെയ്തവരെ എനിക്ക് ശിക്ഷിക്കണം. എന്താ വക്കീലെ പറഞ്ഞത്? ആദ്യം കോടതിയിലേക്കല്ല പോകേണ്ടതെന്നോ? സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാനോ? ഓ, എനിക്കിതിൻ്റെ രീതികളൊന്നും അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. ആ വരുണിനെ മാത്രമല്ല, ആ കുടുംബം മുഴുവൻ ചേർന്ന എൻ്റെ പ്രിയങ്കമോളോട് ഈ ദ്രോഹം ചെയ്തത് ഒറ്റൊന്നിനെയും വെറുതെ വിടാൻ പാടില്ല. വക്കീലെന്താ പറയുന്നത്? സർക്കാർ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനോ? അങ്ങോട്ടേക്ക് മാറ്റിയാലേ കേസിന് ബലം കിട്ടുകയുള്ളൂ. എന്നാൽ പിന്നെ വക്കീൽ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. എന്താണെങ്കിലും എൻ്റെ പ്രിയങ്കമോളെ ഈ അവസ്ഥയിലാക്കിയവരെ എനിക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം ഇതെല്ലാം കേട്ട് ഭയന്ന് പത്മിനി രാധികയുടെ സൂര്യൻ്റെ അരികിലേക്ക് ഓടുവാണ് കേട്ടോ. അത് കണ്ട് സന്തോഷിച്ച് നിൽക്കുവാണ് സുകുമാരിയമ്മ. അങ്ങനെ ഓടിച്ചെന്ന പത്മിനി അവരോട് പറയണേ, അതെ സുകുമാരിയമ്മ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോകുവാണെന്ന് ഒരു വക്കീലിനോട് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. മാത്രമല്ല, പ്രിയങ്കമോളെ ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു സർക്കാർ ഹോസ്പിറ്റലിലാക്കാനും വരുണിനും നമ്മുടെ കുടുംബത്തിനെതിരെ കേസ് കൊടുക്കുവാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുകയുള്ളൂ സൂര്യ. അന്നേരം രാധിക ചോദിക്കണേ, അമ്മേ ഇനി നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് തീർന്നു. അവരാദ്യം അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് വരുണിനെ ആയിരിക്കും.
അങ്ങനെ ഒരു ടെൻഷൻ എനിക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും സുകുമാരി അങ്ങോട്ടേക്ക് വരുന്നത്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ മോളെ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണം. ഇവിടെ അവൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. അന്നേരം സൂര്യ ചോദിക്കണേ, അതെന്താ അങ്ങനെ തോന്നാൻ? ഇത് വലിയ ഹോസ്പിറ്റലല്ലേ, നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ചികിത്സ നടക്കുന്നത്. അതെ, എനിക്ക് പരിചയമുള്ളൊരു വക്കീലിനെ വിളിച്ച് സംസാരിച്ചു. ആ വക്കീലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ പറയുന്നത്. അവളൊരു സർക്കാർ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, എൻ്റെ മോളെ ഈ അവസ്ഥയിലാക്കിയ വരുണുണ്ടല്ലോ, അവനെതിരെ ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്യും. പോലീസുകാർ വരട്ടെ, അന്വേഷിക്കട്ടെ, കുറ്റക്കാരാണെങ്കിലും അവർ ശിക്ഷിക്കുകയും ചെയ്യട്ടെ. അതൊക്കെയല്ലേ അതിൻ്റെ ശരിയായ രീതി. അങ്ങനെ സുകുമാരിയുടെ വാക്കുകളൊക്കെ കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുന്ന രാധികനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് സൂര്യ ഫോണിൽ കൽപ്പനേനെ വിളിക്കുവാണ്. അന്നേരം കൽപ്പന അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ സമയം സൂര്യ ചോദിക്കണേ, ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാനാണ്. പ്രിയങ്ക ഹോസ്പിറ്റലാണെന്നുള്ള വിവരം സുകുമാരി മുത്തശ്ശിയെ അറിയിച്ചത് നീയാണോ? അയ്യോ, സൂര്യ എന്തൊക്കെയോ പറയുന്നത്? സൂര്യ എന്നോട് ആ വിവരം ആരോടും പറയരുതെന്നല്ലേ പറഞ്ഞത്, പിന്നെ ഞാൻ പറയുമോ? നീ അല്ലെങ്കിൽ പിന്നെ ആരാ അവർ വിളിച്ച് വിവരം അറിയിച്ചത്? ചെറിയമ്മ ഉണ്ടോ നിൻ്റെ അടുത്ത്? ആ, ഇവിടെ ഉണ്ട്. എന്താ ഫോൺ കൊടുക്കണോ? കൊടുക്ക്, എനിക്ക് സംസാരിക്കണം. അങ്ങനെ കൽപ്പന ഫോൺ സ്പീക്കറിലിടുക. സൂര്യ സംസാരിച്ചോ? ചെറിയമ്മ അടുത്തുണ്ട്. അന്നേരം സൂര്യ ചോദിക്കണേ, ചെറിയമ്മേ, നിങ്ങളാണോ പ്രിയങ്ക ഹോസ്പിറ്റലാണെന്നുള്ള വിവരം സുകുമാരി മുത്തശ്ശിയെ അറിയിച്ചത്? അന്നേരം ഉർവശി പറയണേ, അയ്യോ, നീ എന്താ മോനെ ചോദിക്കുന്നത്? വരുൺ എൻ്റെ മോനല്ലേ, അവന് ദോഷം ഉണ്ടാക്കുന്നൊരു കാര്യം ഞാൻ പറയുമോ? ഞാൻ ആരെയും വിളിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല മോനെ. ഈ സമയം അവരുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് സൂര്യക്കാണെങ്കിൽ തീരെ വിശ്വാസമൊന്നും വന്നിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് സുകുമാരി മുത്തശ്ശിയെ തണുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന പത്മിനിനെയും രാധികേനെയുമാണ് കേട്ടോ. അവരെങ്ങനെ മുത്തശ്ശിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പത്മിനി പറയണേ, സുകുമാരി അമ്മയ്ക്ക് എന്താ വേണ്ടത് അത് പറ, ഞങ്ങളുടെ കുടുംബത്തെ ദ്രോഹിക്കാതിരുന്നൂടെ? അന്നേരം സുകുമാരി പറയണേ, കാശും പണമൊന്നും എനിക്ക് വേണ്ട, എനിക്കെൻ്റെ കൊച്ചിൻ്റെ ഭാവി മാത്രമോ പ്രശ്നം. ദേ, ഇവൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ രാത്രി കൊണ്ട് തന്നെ പരിഹരിക്കാം. അത് കേൾക്കുന്നതും രാധിക ചോദിക്കണേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? മുത്തശ്ശി പറയുന്ന എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ ചെയ്യാം. അന്നേരം സുകുമാരിയമ്മ പറയണേ, നീയെ വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അത് കേൾക്കുന്നതും ഞെട്ടലോട് കൂടി നിൽക്കുന്ന രാധികയാണ് പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്